രാഹുൽ മാങ്കൂട്ടത്തിൽ ദ ഡൈനാമിക് പൊളിറ്റീഷ്യൻ. എന്താണ് സംഭവിച്ചത്? സാധാരണ ഏതൊരു പൊളിറ്റീഷ്യനും സംഭവിക്കുന്ന അതേ അവസ്ഥ തന്നെയാണ് രാഹുലിനും സംഭവിച്ചത്. എന്തുകൊണ്ടാണ് രാഹുൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ചെന്നതെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ അതിനും വ്യക്തമായ തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ കുറ്റക്കാരനാണെന്ന് ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി വരെ ആവാൻ സാധ്യതയുള്ള വ്യക്തിയായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയായി രാഹുൽ എത്തിയാൽ അത് കേരളത്തിന് വലിയ വിജയമാകുമെന്ന് പറഞ്ഞ ആളുകൾ പോലുമുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തന്റേതായ ഒരു ഇടം നേടിയെടുക്കാൻ സാധിച്ച രാഹുൽ, എതിർ പാർട്ടിയിലുള്ളവർക്ക് പോലും ആരാധന തോന്നുന്ന വ്യക്തിത്വം, അതായിരുന്നു രാഹുൽ. ഇത്രത്തോളം ഉയർന്നു വന്നിട്ട് രാഹുൽ ഇങ്ങനെയായി പോയത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ഇപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഒരുപാട് മികച്ച രീതിയിലായിരുന്നു ജീവിതം മുൻപോട്ട് കൊണ്ടുപോയത്. 4 വയസ്സിൽ അച്ഛനെ നഷ്ടമായ രാഹുൽ അമ്മയുടെ ഓമന പുത്രനായാണ് വളർന്നു വന്നത്. അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നുവെങ്കിലും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ ജോലി ഉണ്ടായിരുന്നു. സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അച്ഛൻ മരണപ്പെടുന്നത്. അതിനുശേഷമാണ് അമ്മ ജോലിക്കിറങ്ങുന്നത്. പിന്നീട് കാതോലിക്കറ്റ് കോളേജിലെ പഠനകാലമാണ് രാഹുലിനെ സമരത്തിലേക്ക് എത്തിക്കുന്നത്. ആ സമയത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തോട് തോന്നിയ ഭ്രമം പിന്നീട് സജീവ രാഷ്ട്രീയത്തിലേക്ക് വഴിവെക്കുകയായിരുന്നു. അപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനായി മാത്രം ഒതുങ്ങാൻ രാഹുൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം. രാഹുലിന് എപ്പോഴും രാഹുലിൻ്റെതായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. രാഹുലിന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അത് പാർട്ടിയിലാണെങ്കിലും അതെ, ജീവിതത്തിലാണെങ്കിലും അതെ. പലതരത്തിലുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ രാഹുലിന് അറിയാമായിരുന്നു. അതിലേറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് കുട്ടികളുടെ വസ്ത്രങ്ങൾ, അതേപോലെ സ്വന്തമായ ഒരു മിൽമ സംരംഭം, അതേപോലെ പല ബിസിനസ്സുകളിൽ രാഹുൽ പങ്കാളിയായിരുന്നു. സ്വന്തമായി ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. പല ജില്ലകളിലായി പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ബ്യൂട്ടി സലൂണുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിസിനസ്സിൽ തന്റേതായ ഒരു സ്ഥാനവും രാഹുൽ ഉണ്ടാക്കിയിരുന്നു. നാളെ രാഷ്ട്രീയമില്ലാതെ ആയാലും തനിക്ക് ജീവിക്കണ്ടേ. ആഡംബര കാറുകൾ ഉണ്ടായിരുന്നു. അടുത്ത കാലത്താണ് അടൂരിലെ വീട് 3000 സ്ക്വയർ ഫീറ്റിൽ 5 കിടപ്പുമുറികളോടെ പുതുതായി പണിതത്. ഇതിന് മാത്രം 1 കോടി രൂപയോളം ആയിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഇതിനൊക്കെയുള്ള പണം എവിടെയെന്ന് ചോദിച്ചപ്പോൾ എന്റെ അമ്മയ്ക്ക് 1 ലക്ഷം രൂപ സാലറി ഉണ്ടായിരുന്നു എന്നായിരുന്നു രാഹുൽ മറുപടി പറഞ്ഞിരുന്നത്. ആഡംബര വാഹനങ്ങളോടും ഒക്കെ വലിയ തോതിൽ തന്നെ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ഒരു രാഷ്ട്രീയ നേതാവായി നിൽക്കുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അവരിലേക്ക് എത്തുവാനും ഒക്കെ രാഹുൽ മടിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ജനങ്ങളുടെ പൾസ് അറിഞ്ഞൊരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു രാഹുൽ. ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ശരിയോ തെറ്റോ എന്നറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ആളുകൾ. എന്താണ് രാഹുലിന് സംഭവിച്ചത്? രാഹുൽ ശരിക്കും ഇത്തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അധികം ആർക്കും അറിയില്ല. എന്തൊക്കെയാണെങ്കിലും രാഹുൽ കൗശലക്കാരനായ ഒരു ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു എന്നത് ശ്രദ്ധ നേടുന്ന കാര്യമാണ്. നാളെ രാഷ്ട്രീയത്തിൽ തനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തനിക്ക് ജീവിക്കുവാൻ മറ്റൊരു മാർഗം വേണമെന്ന് നേരത്തെ തന്നെ രാഹുൽ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അതിന്റെ ഉദാഹരണമായാണ് രാഹുൽ ഒരു ബ്യൂട്ടി പാർലർ അടക്കം തുടങ്ങി വെക്കുകയും ചെയ്യുന്നത്.